അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ തമ്മയിൽ പറഞ്ഞ പോലെ അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ഇപ്പോ ഞാൻ എല്ലാവരുടേതും പറയുന്നില്ല, പലരുടേതും പറയുന്നില്ല, കാരണം എനിക്കറിയില്ല. ഞാൻ എന്റെ കാര്യം മാത്രം പറയാട്ടോ. ഇപ്പൊ എന്റെ കിച്ചൺ നമ്മൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒന്ന് നോക്കുകയാണ്, ഇങ്ങനെ ഒന്ന് ഓടിച്ച് നോക്കുന്ന സമയത്ത് കാണുമ്പോ ഓക്കെ അത്യാവശ്യം നല്ല മെനക്കി കിടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അറിയാതെ നമ്മളുണ്ടല്ലോ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തില് നമ്മൾ മിസ്സായി പോകുന്ന 5 ഹിഡൻ സ്പോട്ട്സ് ഉണ്ട്. ഈ സ്പോട്ട്സ് നമ്മൾ എപ്പോഴും ഓർക്കാറില്ല. ചിലപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഓർക്കാറൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകാറുണ്ട്. അപ്പൊ എന്റെ സൈഡിൽ കുറച്ച് ആൾക്കാർ എന്റെ എന്നെ പോലുള്ളവരുണ്ടാവുന്നതായിട്ട് ഞാൻ വിചാരിക്കണേ. അപ്പൊ ഈ 5 സ്പോട്ട്സ് ഉണ്ടല്ലോ നമ്മള് ക്ലീൻ ചെയ്യാതിരിക്കും. അതായത് വെയിൽ നോക്കുമ്പോൾ സംഭവം നമുക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഈ 5 സ്പോട്ട്സ് നമ്മള് ഇങ്ങനെ മിസ്സായി പോയി കഴിയുമ്പോൾ ഇങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ഈ പൊടി അതേപോലെ തന്നെ പ്രാണികളുടെ ഇതൊക്കെ കൂടി 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 വരും. അപ്പൊ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, വലിച്ചു നീട്ടിയിട്ടേ തന്നെ നമുക്ക് നമ്മുടെ 5 ഹിഡൻ സ്പോട്ട്സ് എന്തൊക്കെയാണെന്ന് അറിയാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് അറിയുന്നതായിരിക്കും എന്ന് എന്നോട് ക്ഷമിക്കാം. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓർക്കാം. നമ്മളെല്ലാവരും നമ്മളുടെ ഗ്യാസിന്റെ സ്റ്റൗ ഉണ്ടല്ലോ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വിട്ടുപോകുന്ന ചില സംഗതികളുണ്ട്. ഇപ്പൊ നാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ മറ്റേ ടൈപ്പ് സ്റ്റൗ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിരിക്കുന്നതായിരിക്കും. അതിന്റെ എല്ലാവരും നല്ല ഈ പറയുന്ന പോലെ അത് പൊക്കിയിട്ട് അതിന്റെ അടിഭാഗം ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാൻ വിട്ടുപോകാറുണ്ട്. എല്ലാവരും ആയിരിക്കില്ല, മിക്ക ആൾക്കാരും ഒരു 95% ആൾക്കാരും ചിലപ്പോൾ അങ്ങനെ വൃത്തിയാക്കുന്നവരായിരിക്കും. വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വൃത്തിയാക്കാൻ മറന്നു പോകരുത്. കാരണം അറിയാലോ, അതൊന്ന് പൊക്കി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നമ്മൾ കുക്ക് ചെയ്യുന്നതിന്റെ എല്ലാ പാർട്ടിക്കിൾസും അതിലേക്ക് വീണിട്ടുണ്ടായിരിക്കും. അത് ക്ലീൻ ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇങ്ങനത്തെ സ്റ്റൗ ആണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് മറ്റ് സ്റ്റൗവ് എടുത്ത് പൊക്കി ചെയ്യാൻ പറ്റുന്നത് പോലെ ഈ സാധനം പറ്റില്ല. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരിക്കൽ പോലും നമ്മൾ ക്ലീൻ ചെയ്താലും അത്യാവശ്യം നല്ല രീതിയിൽ ഈ നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇതിന്റെ ഈ ഭാഗത്തായിട്ടുള്ള ബാക്ക് സൈഡിൽ വീട് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ ചെയ്യാറുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ശ്രമിക്കും. മറന്നു പോവാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ആയിരിക്കും. 2 ആഴ്ച കൂടുമ്പോഴാണെങ്കിൽ പറയണ്ട, ഈ സാധനം നീക്കിയിട്ട് ഞാൻ അവിടെ ക്ലീൻ ചെയ്യാറുണ്ട്. സത്യമായിട്ടും നമ്മളത് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ പെട്ടുപോകും. ഒരുപാട് സാധനങ്ങൾ നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. ഈ പ്രാണി, പാറ്റ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരികയും ചെയ്യും കേട്ടോ. ഈ സൈഡ് ഭാഗവും ഉണ്ട്, ഈ സൈഡ് ഭാഗവും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഗ്യാസ് സ്റ്റവ് ഉള്ളവർ വേറൊരു സംഭവം കൂടെ ശ്രദ്ധിക്കണം. ഈ ഒരു സംഭവം എനിക്ക് സത്യമായിട്ടും വന്ന സമയത്ത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം ഇത് കത്തുന്നില്ല മര്യാദക്ക്. ആ കത്താതെ വന്നപ്പോഴാണ് ഞാനിത് പൊക്കി നോക്കിയത്. അപ്പം ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളില് നമ്മളുടെ ചെറിയ ചെറിയ പൊടികളും സംഭവങ്ങളൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ആക്ച്വലി. ഒരു ദിവസം കത്താതെ വന്നപ്പോഴാണ് ഇങ്ങനെ വന്ന്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ഈ ഭാഗത്ത് തുടയ്ക്കുന്ന പോലെ തന്നെ ഇവിടെ ഞാൻ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. ഇവിടെ പൊടി മാത്രമല്ല, ഈവൻ എന്തെങ്കിലും കാറ്റോ പ്രാണിയോ ഉണ്ടെങ്കിൽ പോലും അതുങ്ങൾ വരെ അവരുടെ വീടാക്കി മാറ്റുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഭാഗം നിങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇവിടുത്തെ ഹാൻഡിൽസ്. അത് പക്ഷെ ഓരോരുത്തർക്കും ഇതായിരിക്കും. ചിലപ്പോ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇതാക്കണതായിരിക്കും. അപ്പൊ നമ്മള് ബാക്കി സ്ഥലങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ ഹാൻഡിൽസ് നമ്മൾ പലപ്പോഴും വിട്ടുപോകും. അത് ചിലപ്പോൾ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും നമ്മൾ അത് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ് മുതലായിട്ടുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. പിന്നെ ഇവിടത്തെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമില്ലേ, ഇവിടെ എന്തോ പ്രാണിയുണ്ട്, ഈ ഒരു ഭാഗമില്ലേ, ഈ ഒരു ഭാഗത്തും ചിലപ്പോൾ നമ്മൾക്ക് കുറെ നാൾ നമ്മൾ വൃത്തിയാക്കാതെ ഇരുന്ന് കഴിഞ്ഞാല് അവിടെ പൊടി, ചെളി മുതലായിട്ടുള്ള സംഗതികളൊക്കെ ഇങ്ങനത്തെ ഈ ഒരു ഭാഗം കണ്ടാവും. അവിടെയൊക്കെ നമ്മൾ വൃത്തിയാക്കണം. ഭാഗം ഇവിടെ നമ്മൾ വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ വൃത്തിയാക്കാതിരിക്കുന്ന സമയത്ത് ഇത് ഈ കളറൊന്നും ആയിരിക്കും, കറുത്ത കളറായിരിക്കും. എനിക്കും അങ്ങനെയൊക്കെ പറ്റാറുണ്ട്. അപ്പോ ഈ പറയണ പോലെ ഇവിടെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ എല്ലാ ദിവസവും കൗണ്ടർ ടോപ്പ് ഒക്കെ തുടയ്ക്കുന്ന കൂട്ടത്തിൽ വെറുതെ ഈ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കാണിച്ചു പോയാൽ മതി. അപ്പൊ നമുക്ക് വലിയ കഷ്ടപ്പാടില്ല. പക്ഷെ നമ്മളിത് വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൊടിയും മുതലായിട്ടുള്ള സംഗതികൾ ഇങ്ങനെ കൂടി ഇരുന്ന് കഴിയുമ്പോൾ അത് നമുക്ക് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടായിരിക്കും. കഷ്ടപ്പാട് മാത്രമല്ല, ഇതേപോലെ തന്നെ പാറ്റ, പ്രാണി മുതൽ ഉറുമ്പ് ഇതൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത് അത്ര അടുത്ത് കാണുമ്പോൾ വൃത്തികേടാണ്, പക്ഷെ അകലേക്ക് നോക്കുമ്പോൾ കുഴപ്പമില്ല. നിങ്ങൾക്ക് മൈക്രോവേവ് ഒക്കെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇതിന്റെ ഈ ഭാഗം
ഞാനിത് വിട്ടുപോകാറുണ്ട്. ഈ പറയുന്ന പോലെ കാഴ്ചക്ക് ഇവിടെ അങ്ങോട്ട് വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോകും. പക്ഷെ ഇത് നമ്മൾ ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷെ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഉൾഭാഗത്ത് പ്രശ്നമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഈ ഭാഗത്ത് ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മൾ കുക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ കൈ കഴുകും. കൈ കഴുകിയിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ എടുക്കണേക്കാട്ടിലും മുന്നേ നമ്മൾ ഇങ്ങനെ കൈയൊക്കെ കുടയും. അപ്പൊ ഇവിടോട്ട് വെള്ളം തെറിക്കും. വെള്ളം തെറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ എയറിൽ ഡസ്റ്റിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത് ഇവിടെ വന്നിട്ട് ഇവിടെയൊക്കെ പൊടിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് ഇവിടെ അങ്ങനെ എന്തോ പണ്ടത്തെയായിട്ട് കറയായിട്ട് ഇരിക്കണതാ. ഇത് സാധാ വെള്ളം വെച്ച് തുടച്ചിട്ട് എനിക്ക് പോണില്ല. ഇനിയിപ്പോ എനിക്ക് ബേക്കിംഗ് സോഡ തീർന്നിരിക്കാം. ബേക്കിംഗ് സോഡ വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യണം. അപ്പൊ പോകുമായിരിക്കും. ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾ വിചാരിക്കും ഈ പറയുന്നത് പോലെ നിന്റെ ഇത് അത്ര വൃത്തിയായിട്ടൊന്നും ഇരിക്കില്ലല്ലോ എന്ന് വിചാരിക്കും. മനുഷ്യ സഹജമാണ്. ഞാനിത് നിങ്ങളോട് പറയുന്നു. ആ കൂട്ടത്തിൽ ഞാൻ ഇതിങ്ങനെ ഓരോ പുതിയ സംഭവങ്ങൾ വരുമ്പോ, അതായത് പുതിയ സംഭവങ്ങൾ എന്നല്ല, എനിക്ക് ഇങ്ങനെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ അറിയുമ്പോൾ ഞാൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു. കാരണം വിട്ടുപോകുന്ന ആൾക്കാരുണ്ടായിരിക്കും ഒരിക്കലും. ഇതൊന്നും ആരുടെയും കുറ്റവും കുറവൊന്നും അല്ല. നമ്മൾ നമ്മുടെ തിരക്കിന്റെ ഇടയിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ വക സംഗതികളൊക്കെ നമ്മൾ വിട്ടുപോകും. അതൊക്കെ സ്വാഭാവികം. സോ അവൻ മൈക്രോവേവ് ഇങ്ങനത്തെ എവിടെയെങ്കിലുമൊക്കെ സ്പേസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇടയ്ക്കൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ ഒരുപാട് ആൾക്കാർ വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ചിലവരുടെ ഫ്രിഡ്ജ് കിച്ചണിനകത്ത് തന്നെയായിരിക്കും, ചിലവർക്ക് വേറെ ഭാഗത്തായിരിക്കും. അപ്പൊ ഫ്രിഡ്ജ് ഇപ്പൊ ഞാനുണ്ടല്ലോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും, അതായത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലീൻ ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ ഞാൻ മേലേന്നാണ് തുടങ്ങുക. അതുകൊണ്ട് ഇപ്പൊ അവിടെ പൊടി സംഭവങ്ങൾ പൊടി ഇല്ല, ഞാൻ വൃത്തിയാക്കാറുണ്ട്. അപ്പം മേൽഭാഗം വിട്ടുപോകുന്നവര് അത് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു ഭാഗമുള്ളത് നമ്മളുടെ ഈ ഓരോന്നിന്റെ കോർണേഴ്സ് ആണ്. പിന്നെ ഈ ഒരു ഭാഗം ഞാനിപ്പോ സാധനങ്ങൾ മാറ്റിയതാണ് കേട്ടോ. ഇവിടെയാണ് എന്റെ മറ്റേ നമ്മള് അടിക്കുന്ന ചൂല്, മറ്റേ അടിച്ചു വാരിയില്ലേ, അതൊക്കെ ഇവിടെയാണ് ഞാൻ വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു, ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ചിലപ്പോ തുടയ്ക്കുന്ന സമയത്ത് എനിക്ക് മടി വരാറുണ്ട്. മടി വരുന്ന സമയത്ത് ഞാൻ ഈ ഒരു സ്പേസ് വിട്ടുപോണതല്ല, മടി ആയതുകൊണ്ട് ഞാൻ ഇവിടെ തുടയ്ക്കാറില്ല. കാരണം ആ സാധനങ്ങൾ എടുത്ത് മാറ്റിയിട്ട് വേണമല്ലോ അവിടെ തുടയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിക്കപ്പോഴും മാറ്റാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ. കാരണം ഞാനത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല രീതിക്ക് അവിടെ പൊടി ഉണ്ടായിരുന്നു. സത്യസന്ധമായിട്ട് പറയാലോ, അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് പൊടി ഉണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓൾറെഡി തന്നെ അതൊക്കെ മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ മൂലകള്, പ്രത്യേകിച്ചും ഇതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുള്ള മൂലകള്, അല്ലാത്ത തന്നെ നമ്മളുടെ ഓരോ കോർണേഴ്സ് ഉണ്ടല്ലോ, ആ കോർണേഴ്സിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മിക്കതും നമ്മൾ ഈ ഒരു കോല് വെച്ചിട്ടല്ലേ നമ്മൾ തൂക്കുന്നേ. നമ്മൾ ഈ കോല് വെച്ചിട്ട് നമ്മൾ തുടയ്ക്കുമ്പോൾ ഈ കോർണേഴ്സിലോട്ടേക്ക് അത്ര കണ്ട് വൃത്തിയാവില്ല. അപ്പൊ എപ്പോഴും ഒരു തുണി വെച്ചിട്ട് നനച്ച് അതിന്റെ കൂട്ടത്തിൽ തന്നെ കോർണേഴ്സിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് ഏറ്റവും നല്ലത്. കാരണം പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ കോർണേഴ്സ് നമുക്ക് മനസ്സിലാവില്ല ഓവറോൾ ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോൾ. പക്ഷെ അവിടെ പോകെയായിരിക്കും കൂടി വരുമ്പോൾ അവിടെ വൃത്തികേടായിട്ട് വരിക. അപ്പൊ അങ്ങനത്തെ കോർണേഴ്സുകൾ, അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങള് മടി വരും എന്ന് എനിക്കറിയാം, എന്നെ പോലെ. പക്ഷെ ഇടയ്ക്കൊക്കെ നമ്മള് ഇതാണ് ഒരു വീഡിയോ എടുക്കുന്നതോടുള്ള വേറൊരു ഗുണം, നമ്മളവിടെ വൃത്തിയാക്കി സൂക്ഷിക്കും. അപ്പൊ നിങ്ങൾക്ക് മടി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ എല്ലാം വൃത്തിയാക്കി വെച്ചോളും. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയിട്ടു, അത് ഈ എക്സോസ്റ്റ് ഉള്ള ആൾക്കാർ അത് ശ്രദ്ധിക്കുക. ഇതും എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയോ എനിക്ക് മനസ്സിലാക്കിയതാണ് ഞാൻ കാണിച്ചത്. ഞാനല്ലേ എല്ലാ ദിവസവും തുടയ്ക്കുന്ന സമയത്ത് ഈ മേൾഭാഗത്ത് ഞാൻ തുടയ്ക്കാറുണ്ട്, ഇവിടെയും ഞാൻ തുടയ്ക്കാറുണ്ട്. പക്ഷെ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഞാൻ തുടയ്ക്കാറുണ്ടായിരുന്നില്ല. ഞാൻ ഒരു ദിവസം നോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ ഇവിടെ ഒരു പാറ്റ ചത്തിരിക്കണം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സാധനം. ഞാൻ വിചാരിച്ചിരുന്നത് ഇത് എടുക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഇത് എടുക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യണം. കാരണം ഈ ഭാഗം മാത്രം ക്ലീൻ ചെയ്തത് കൊണ്ട് കാര്യമില്ല. ഇവിടുന്ന് കുക്കിംഗ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എണ്ണമയവും എല്ലാ സംഭവങ്ങളും ഇതിന്റെ ഉള്ളിലോട്ടേക്കും വന്നിരിക്കുന്നുണ്ടായിരിക്കും. സോ ഇതുപോലെ എക്സോസ്റ്റ് ഉള്ള ആൾക്കാർ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ഇതിന്റെ മേൾ ഭാഗവും ഈ ഇവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോകരുത്. അപ്പൊ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ മുന്നേ അറിയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുള്ള സംഗതികള് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഇപ്പൊ പെട്ടെന്ന് അയ്യോ ഞാൻ എവിടെ ചെയ്യാറുണ്ടോ എന്ന് തോന്നിയിട്ട് ഒരാളെങ്കിലും ഓടിപ്പോയിട്ട് വൃത്തിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ വിജയമാണ്. അപ്പൊ ഓണമൊക്കെ ആവാനായി. അപ്പൊ എല്ലാവർക്കും മുൻകൂട്ടി എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഓണാശംസകൾ. അപ്പോ നമ്മള്
ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റീലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് സങ്കടം വരും. ഒരുപാട് പേര് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടൊക്കെ ആഘോഷിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ സങ്കടം വരേണ്ട, നമ്മളുടെ ചെറിയ ആഘോഷം നമ്മൾ ഒരിക്കലും ചെറുതായിട്ട് കണക്കാക്കേണ്ട. ഇപ്പൊ ഇവിടെ ഞാനും കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് പറ്റുന്നത് പോലെ സദ്യയൊക്കെ വെച്ച് ചെറിയൊരു പൂക്കളിട്ടിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അത് വേറൊരാൾക്ക് ചെറിയതായിരിക്കും, പക്ഷെ നമുക്കത് വലിയ ആഘോഷമാണ്. അപ്പൊ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എല്ലാവരും സന്തോഷമായിട്ടും അടിച്ച് പൊളിച്ച് ഫാമിലിന്റെ കൂടിയോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഘോഷിക്കുക. അപ്പോൾ എന്താ, എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഓണം. സന്തോഷമായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.